ഹായ് നമസ്കാരം, എല്ലാവർക്കും ജെയിം ജെറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബസൂക്ക, മമ്മൂക്ക, ഡീനു ഡെന്നീസ്, ഗൗതം വാസുദേവ് മേനോൻ. എന്തായാലും സിനിമയിലെ ആദ്യത്തെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 6 ആയിട്ടുണ്ട്. എന്നാലും സംഗതി അവർ പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റർ വന്ന സമയത്ത് തന്നെ ഇതിലുണ്ടായിരുന്നു നമ്മുടെ ശ്രീനാഥ് ബാസി സിംഗർ എന്തുകൊണ്ട്, പിന്നെ സെയ്ദ് അതിന്റെ മ്യൂസിക്കാണ്. അപ്പൊ ശ്രീനാഥ് ബാസി പാടുന്ന ഒരു പാട്ടോ എന്തെങ്കിലും ആകുമോ എന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. സംശയിച്ച പോലെ തന്നെ ശ്രീനാഥ് ബാസി പാടിയിരിക്കുന്ന ഒരു പാട്ട്, ലിറിക്കൽ വീഡിയോ ആണ് ഫസ്റ്റ് ഗ്ലിംസ് ആയിട്ട് അവർ തന്നിട്ടുള്ളത്. സോ കണ്ടു നോക്കാം ആ സ്റ്റൈലിഷ് മമ്മൂക്ക ഈ ഗ്ലിംസിൽ എത്രമാത്രം സ്റ്റൈലിഷ് ആണ്, പവർഫുൾ ആണ്. ലെറ്റ്സ് വാച്ച്. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാരണം. വരട്ടെ വരട്ടെ വരട്ടെ. മനുഷ്യ ജിൽ ജിൽ ഇരിക്കണ്ടല്ലേ. എല്ലാ പാട്ടിലെയും ഗ്ലിംസ്. ഉറച്ചു വെച്ച കാലുകൾ കുരുക്കിൽ തീർത്ത ബാലം, ഉദിച്ചു പൊങ്ങും സൂര്യനും അടിച്ചു കയറും വാനം, പഠിച്ച പാഠം അത്രയും പോരിൻ വീരൻ ജയം, പിടിച്ചടക്കി വാഴും ഇന്ത ഭൂമിയാകെട്ട് പൂരം, കടത്തി വെട്ട നോക്കി ഒരു ചുവരിലെ പാടം, ബം 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 എതിരിലെ ഭയം, കഴുത്തു കാട്ടി നേടി വന്ന വഴിയുടെ ഗാനം. ലോഡിംഗ് ബസൂക്ക, നിന്റെ കാര്യം പോക്ക, വളച്ചൊടിച്ച വാക്യമല്ല വെച്ച കാലിലോക്ക. ലോഡിംഗ് ബസൂക്ക, വാ കളിച്ചു നോക്ക, കളങ്ങളൊക്കെ എന്റെ തന്ത്രമാൽ വിതച്ച തോക്ക. ഒരു സ്റ്റൈലല്ലേ, കാരണം നമുക്ക് സ്റ്റൈലാട്ടോ, നമുക്ക് ഒരു രക്ഷയില്ല. ബും 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 വെടിക്കെട്ട് പൂരം, കടത്തി വെട്ട നോക്കി ഒരു ചുവരിലെ പടം, ബം 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 എതിരിലെ ഭയം, കരുത്തു കാട്ടി നേടി വന്ന വഴിയുടെ കാലം. ദം 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 ധരിച്ചു വെച്ച വേഷം, അഴിച്ചു വെച്ചടുത്തതിട്ടണിഞ്ഞൊരുങ്ങുമാട്ടം. ഡം 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 അടക്കി വെച്ച വാക്യം, അടച്ചു വെച്ച വാതിലിൽ മുട്ടിയെത്ര നേരം. ലോഡിംഗ് ബസൂക്ക, നിന്റെ കാര്യം പോക്ക, വളച്ചൊടിച്ച വാക്യമല്ല വെച്ച കാലിലോക്ക. ലോഡിംഗ് ബസൂക്ക, വാ കളിച്ചു നോക്ക, കളങ്ങളൊക്കെ എന്റെ തന്ത്രമാൽ വിതച്ച തോപ്പ. ഗംഭീരം. ലോഡിംഗ് ബസൂക്ക എന്നാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, അതായത് സരിഗമക്കറവ് കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ആ സാധനം വന്നത് ഒരു രക്ഷയില്ല. ആ സമയത്ത് നമുക്ക് അങ്ങനെ ഗ്ലാസ് വെക്കാതും ബീറ്റ് ഒരു രക്ഷയില്ലാത്ത ബീറ്റ്. ഇതിന്റെ ട്രെയിലർ, ഇതിന്റെ ഗ്ലിംസ് എല്ലാത്തിലും ശരി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യട്ടെ. എല്ലാവർക്കും അങ്ങനെ എനിക്ക് അറിയില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജിൽ ജിൽ പരിപാടി കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് തോന്നും. നമുക്ക് അങ്ങനെ സ്ലോ മോഷനിൽ കാര്യങ്ങൾ എടുത്തേക്കണ്. ഈ ഭീഷ്മപർവ്വത്തിൽ പറഞ്ഞതാണ്. അതിങ്ങനെയൊന്നും അല്ല, മറ്റേ ഡിസ്ക് ഇറക്കണതാണ്. പക്ഷേ വേറെന്തോ ആയല്ലോ, മോയെ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിരുന്നു. അത് എന്താ പറയാ, ഒരു ഭയങ്കര ഫീൽ ആയിരുന്ന സാധനം. എന്തായാലും അങ്ങനെ നടന്ന് സ്ലോ മോഷനിൽ വരുമ്പോൾ, അതുപോലെ ഇതിൽ മമ്മൂക്ക സ്ലോ മോഷനിൽ വരുമ്പോൾ കാറിന് ഡോറ് തുറന്ന് സ്ലോ മോഷനിൽ ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ചിരിക്കുമ്പോഴൊക്കെ ഈ സാധനം കയറി വരുമ്പോൾ ആ തിയേറ്ററിൽ ഗൂസ് ബം മൊമെന്റ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ബീറ്റ് ഒരു രക്ഷയില്ല. ഭയങ്കര ഇങ്ങനെ ബും ബും എന്ന് പറഞ്ഞ പോലെ ആ ബാസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് തിയേറ്ററിലാകുമ്പോൾ പറയണ്ടല്ലോ, നല്ല ഫുൾ സറൗണ്ടിങ്സിൽ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മളിങ്ങനെ അതിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പാട്ടിലേക്ക് വരുമ്പോൾ ശ്രീനാഥ് ബാസിയുടെ വോയിസിൽ പാടിയുള്ള പാട്ട്, പക്ഷെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശ്രീനാഥ് ബാസിയുടെ ഒരു മോഡുലേഷൻസ് ഒന്നും എനിക്ക് പേഴ്സണലി
ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഒരു ഇതുമില്ല. പാട്ട് എനിക്ക് ഇഷ്ടമായി മൊത്തത്തിൽ. ശ്രീനാഥ് ബസിയുടെ വോയിസും ഇതും എനിക്ക് എന്തോ ഒരു സുഖം കിട്ടിയില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബട്ട് മൊത്തത്തിൽ കണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ BGM, അതുപോലെ അതിൻ്റെ ഇടയിൽ മമ്മൂക്കേൻ്റെ കുറേ എന്താ പറയുക ഫോട്ടോസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് അത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ താടിയും ചില സ്ഥലത്തൊക്കെ ഇത്ര ഭാഗം മാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ആ താടി ഇങ്ങനെ നിൽക്കുന്നതും ആ വരച്ച പോലെയുള്ള സാധനം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാ സമയത്തും പറയുന്ന പോലെ ബസൂക്കയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പരീക്ഷ ചിത്രമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സ്റ്റോറി വൈസ് ഇങ്ങനെ സംഭവം അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം ത്രില്ലർ എന്നുള്ളത് കൊണ്ട് തന്നെ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള കുറെ ത്രില്ലിംഗ് ആയിട്ടുള്ള സീറ്റഡ് ത്രില്ലർ പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തം അതിന്റെ പ്ലോട്ട് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊന്നും നമുക്കറിയില്ല. ബട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കേന്റെ കുറച്ച് വാക്ക്, മമ്മൂക്കിന്റെ കുറച്ച് ഡയലോഗ്സ്, നല്ല അടിപ്പൻ ഡയലോഗ് ഡെലിവറി. അതായത് കുരക്കണ പട്ടി കടിക്കില്ല എന്ന് പറയുമ്പോൾ പോയി ഞോണ്ടി നോക്കുക, പൊക്കിള് ചുറ്റും എന്താണ് 14 തുളയിട്ട് വരുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ട്, പൊക്കിന് ചുറ്റും തുളയിട്ട് വരുന്നു, അങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ചില ഡയലോഗ്സ് ഉണ്ടല്ലോ ഈ ബിഗ് ബിയിലൊക്കെ പറഞ്ഞ രീതിയിലുള്ള അതേ മോഡുലേഷൻ അല്ല പറയണത്. അതിലെ ചില സാധനങ്ങൾ ഉണ്ടല്ലോ, ബാപ്പയാണ് അല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ വള്ളി ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ പോലത്തെ കുറെ സാധനങ്ങൾ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഗൗതം വാസുദേവനും GVM-ഉം മമ്മൂക്കയും തമ്മിലുള്ള കുറച്ച് പരിപാടികൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ട്രെയിലർ വരുന്ന സമയത്ത് GVM-ന്റെ പോലീസ് ക്യാരക്ടർ മമ്മൂക്കയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, മമ്മൂക്ക തിരിച്ച് പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ രീതിയിലൊരു പരിപാടി പിടിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിരുന്നു. അപ്പൊ അത്തരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണോ അത് മോഷൻ ക്യാറ്റ് പരിപാടിയാണോ അത് നിങ്ങൾക്ക് നമുക്കറിയില്ല. രണ്ടും ഒരുമിച്ച് പോയിട്ട് ഒരു വില്ലനെ പിടിക്കുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ നല്ല ത്രില്ലിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു മോശമില്ലാത്തൊരു പാട്ട്, നല്ല BGM പരിപാടികളൊക്കെ ഉള്ള ഒരു എബോ അവറേജ് ഫീൽ എന്നിട്ടുള്ളൊരു സാധനം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ട്രെയിലർ തന്നെയായിരുന്നു. അതിലൊരു രക്ഷയില്ല, ഇത് ഒരു വിട്ടുവീഴ്ചയില്ല, അമ്മതൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ചെയ്തായിരുന്നെന്നും ബസൂക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതും കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും പടം കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബസൂക്ക മാത്രമല്ല, ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ് ആൻഡ് ആലപ്പുഴ ചിങ്കാന, 4 പടങ്ങളാണ് വരിവരിക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആദ്യം കാണുന്നത്, FDFS ഏത് ലോക്ക് ചെയ്തു എന്നുള്ളത് കൂടെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കും. അത് വിട്ടിട്ട് കാണാം. കാണുന്നവരെ